അപ്പോൾ നമ്മുടെ ലൈവ് സെഷനിൽ സ്ഥിരം കാണുന്നൊരു കമൻറ്റാണ്, മിസ്സെ പഠിക്കാൻ പറ്റണില്ല, പഠിക്കാൻ കുറേ ട്രൈ ചെയ്യുന്നുണ്ട്, ട്രൈ ചെയ്യാഞ്ഞിട്ടല്ല, കുറേ നേരം ശ്രമിക്കുന്നുണ്ട്, പക്ഷെ പറ്റണില്ല, വിചാരിക്കുന്ന പോലെ അങ്ങോട്ട് പഠിക്കാൻ പറ്റണില്ല, പഠിക്കുമ്പോൾ വേറെ കുറേ ചിന്തകളും കാര്യങ്ങളൊക്കെയാണ് വരുന്നത്, ഞങ്ങൾക്ക് കുറച്ച് മോട്ടിവേഷൻ തരുമോ? ഇങ്ങനെ കുറേ കമൻറ്റ്സ് നമുക്ക് എപ്പോഴും നമ്മുടെ ലൈവ് സെഷനിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളോട് മിസ്സിന് പറയാനുള്ളത് ഇത്ര മാത്രമാണ്, നിങ്ങളെ തന്നെ വിശ്വസിക്കുക. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ വിശ്വസിക്കുക. എന്നെക്കൊണ്ട് ഒരു ടെക്സ്റ്റ് ബുക്ക്, ഇപ്പോൾ ബിസിനസ് സ്റ്റഡീസ് ആയാലും എക്കണോമിക്സ് ആയാലും അക്കൗണ്ടൻസി ആയാലും ഇതെടുത്തിട്ട് നിങ്ങൾക്ക് തോന്നുകയാണ് ഇതൊന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല, ഇതെന്നെക്കൊണ്ട് കൂട്ടിയാൽ കൂടത്തില്ല, അങ്ങനെ ഒരു സംഭവം നിങ്ങൾ ആദ്യം തന്നെ മാറ്റി വെക്കുക. നിങ്ങൾ സ്വയം പറയുക, നിങ്ങളെക്കൊണ്ട് ഇത് പറ്റും, ഐ ക്യാൻ എന്നുള്ളൊരു ആ ഒരു വാക്കിന് ഭയങ്കര പവറാണ് മക്കളെ ഉള്ളത്. അപ്പം നിങ്ങളെക്കൊണ്ട് പറ്റത്തില്ല എന്ന് ഒരിക്കലും നിങ്ങൾ പറയരുത്. കാരണം നിങ്ങളെക്കൊണ്ട് പറ്റും, നിങ്ങളെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ പിന്നെ ആരെ കൊണ്ടായിരിക്കും പറ്റുക? ആ ഒരു കാര്യം ഓർക്കുക. നിങ്ങൾ എപ്പോഴും പോസിറ്റീവ് വേർഡ്സ് യൂസ് ചെയ്യുക, പോസിറ്റീവ് തോട്ട്സ് തിങ്ക് ചെയ്യുക. ഓക്കെ, അതായത് നിങ്ങളെക്കൊണ്ട് പറ്റും എന്നുള്ളൊരു സംഭവം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളെക്കൊണ്ട് പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഈ ലോകത്തിൽ ഉണ്ടാകത്തില്ല. ഓക്കെ, നിങ്ങളിൽ തന്നെ ഒന്ന് വിശ്വസിക്കുക, അടിയറച്ച് വിശ്വസിക്കുക. ഓക്കെ, അതാണ് ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങൾ ചെയ്യാനായിട്ടുള്ള ഏറ്റവും വലിയ സംഭവം എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾ സെക്കൻഡ് വൺ എന്ന് പറയുന്നത്, നിങ്ങൾ ഒത്തിരി സ്ട്രെസ് ആവരുത്. നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, സപ്പോസ് നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്നില്ല, കുറേ നേരമായിട്ട് ട്രൈ ചെയ്യുന്നു, എന്നെക്കൊണ്ട് പറ്റണില്ല നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങളൊരു ബ്രേക്ക് എടുക്കുക. ഓക്കെ, ആ ഒരു ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ, ജസ്റ്റ് ബ്രേക്ക് എടുക്കുക എന്ന് പറയുമ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ പോയി റീൽസ് കാണുക എന്നല്ല പറയുന്നത്. ആ റീൽസ് കാണുമ്പോൾ അങ്ങനെ കുറേ സമയം അങ്ങ് പോകും നമുക്കറിയാം. നിങ്ങളെന്താ ജസ്റ്റ് ഒന്ന് അവിടെ കൂടെയൊക്കെ നടക്കുക, ആരുടെയെങ്കിലും കുറച്ച് നേരം സംസാരിക്കുക, അമ്മയോടോ അച്ഛനോടോ ഒക്കെ കുറച്ച് നേരം സംസാരിക്കുക. അപ്പോൾ തന്നെ നിങ്ങൾക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് ബ്രേക്ക് എടുത്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു റിലാക്സേഷൻ കാര്യങ്ങളൊക്കെ തോന്നും. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ ഒരു റിലാക്സേഷൻ കിട്ടും. ഓക്കെ, അതിനുശേഷം ഒന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കും. ഓക്കെ, അതേപോലെ തന്നെ മിസ്സിന് പറയാൻ വരുന്നൊരു കാര്യമാണ്, ഇത് മോട്ടിവേഷൻ ആണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മോട്ടിവേഷനായിട്ട് വേറെ എങ്ങും പോകണ്ട. നിങ്ങളുടെ വീട്ടിൽ തന്നെ നോക്കിയാൽ മതി. നിങ്ങളുടെ പാരൻസ് നിങ്ങൾക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഷ്ടപ്പെടുന്നവരാണ് അവരല്ലേ. അവരുടെ ആ ഒരു ജീവിതം മൊത്തം നിങ്ങൾക്ക് വേണ്ടിയാണ് മാറ്റി വെച്ചേക്കുന്നത്. നിങ്ങളുടെ നല്ല ലൈഫിന് വേണ്ടിയാണ് അവരുടെ ആ ഒരു കംപ്ലീറ്റ് ലൈഫ് മാറ്റി വെച്ചേക്കാണ്. അപ്പം അവരെ നിങ്ങൾ ഓർത്ത് നിങ്ങളൊന്ന് പഠിച്ചു കഴിഞ്ഞാൽ, ഇന്ന് ഓർത്ത് നോക്കാം, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞ് നല്ല റിസൾട്ട്സ് കിട്ടുമ്പോൾ, അല്ലെങ്കിൽ നല്ല റിസൾട്ട്സ് ഒക്കെ കിട്ടി നല്ല ജോലിയൊക്കെ കിട്ടി കഴിയുമ്പോൾ അവരുടെ മുഖത്തൊരു സന്തോഷം ഉണ്ടാകത്തില്ലേ, അവർക്കൊരു പ്രൗഡ് ഫീൽ ഉണ്ടാകത്തില്ലേ? ആ ഒരു ഫീൽ മാത്രം നിങ്ങൾ ഓർക്കുക. നിങ്ങൾക്ക് അവിടെ പഠിക്കാൻ പറ്റിയിരിക്കും. നിങ്ങൾക്ക് വേണ്ടിയാണ് അവരുടെ ജീവിതത്തിൻ്റെ പകുതി മുക്കാലല്ല ഫുൾ നിങ്ങൾക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയേ, നിങ്ങൾക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടാനായിട്ട്, അവർക്ക് കിട്ടാത്ത പല കാര്യങ്ങളും നിങ്ങൾക്ക് കിട്ടണമെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ആ കഷ്ടപ്പാട് മാത്രം നിങ്ങൾ ഓർത്താൽ മതി മക്കളെ. നിങ്ങൾ അവിടെ സക്സസ്ഫുൾ ആയിരിക്കും, ഉറപ്പാണ്. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു കാര്യമാണ്, നിങ്ങൾക്ക് ഒരുപാട് ലക്കിയാണ് നിങ്ങളൊക്കെ എന്ന് പറയുമ്പോൾ. നിങ്ങൾക്ക് എന്താ സ്കൂളിൽ പോകാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡ്രസ്സ് ധരിക്കാൻ പറ്റുന്നുണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊന്നും പറ്റാത്ത ഒരുപാട് കുട്ടികളുണ്ട്. ഓക്കെ, എഡ്യൂക്കേഷൻ ഇപ്പോഴും കിട്ടാതെ ഒരുപാട് ആൾക്കാർ ഇപ്പോഴും ഉണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നല്ലോണം ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് കിട്ടിയേക്കുന്ന ഈ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ മാക്സിമം നിങ്ങൾ ഉപയോഗിക്കുക. ആൻഡ് എന്താണ്, നിങ്ങൾ മറ്റുള്ളവരെ വെച്ച് നിങ്ങളെ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. ഓക്കെ, ഒരാളുടെ കാലിബർ അല്ലായിരിക്കും മറ്റൊരു കുട്ടിക്ക് ഉണ്ടാവുക. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് പഠിത്തത്തിൽ അല്ലായിരിക്കും കാലിബർ ഉണ്ടാവുക, മറ്റെന്തെങ്കിലും ആക്ടിവിറ്റിയിലായിരിക്കും ഉണ്ടാവുക. ആ ആക്ടിവിറ്റി എന്തെന്ന് നിങ്ങൾ കണ്ടെത്തുക, ഒപ്പം പഠിത്തവും നിങ്ങൾ കൊണ്ടുപോവുക. ഓക്കെ, ഇങ്ങനെ മാക്സിമം നിങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിലെല്ലാം നിങ്ങൾ ട്രൈ ചെയ്യുക. നിങ്ങൾ വിശ്വസിക്കുക, നിങ്ങളിൽ തന്നെ നിങ്ങൾ വിശ്വസിക്കുക. അതാണ് ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത്. നിങ്ങളിൽ തന്നെ അങ്ങ് മാക്സിമം വിശ്വസിക്കുക. നിങ്ങളെ കൊണ്ട് പറ്റുമെന്ന് തന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തുക. പലരും പറയും നിങ്ങളെ കൊണ്ടത് പറ്റത്തില്ല, നിന്നെ കൊണ്ടൊന്നത് കൂട്ടിയാൽ കൂടത്തില്ല എന്നൊക്കെ പറയും. പക്ഷേ നിങ്ങളൊന്ന് ഓർക്കുക, നിങ്ങളെ കൊണ്ട് പറ്റിയില്ലെങ്കിൽ വേറെ ആരെ കൊണ്ടും പറ്റത്തില്ല. അത്രയും കാര്യം നിങ്ങൾ ഓർത്താൽ മതി. നിങ്ങളെ കൊണ്ട് പറ്റിയിരിക്കും. അങ്ങനത്തെ അവരെയൊക്കെ കാണിച്ചു കൊടുക്കുക, എന്നെ കൊണ്ട് പറ്റി എന്ന് കാണിച്ചു കൊടുക്കുക, അത്ര തന്നെ. എന്നിട്ടെന്താ നല്ല മാർക്സ് ഒക്കെ മേടിക്കുക, അടിപൊളിയായിട്ട് പഠിക്കുക, എന്നിട്ടെന്താ അച്ഛനെയും അമ്മേനെയൊക്കെ ഭയങ്കര പ്രൗഡാക്കുക. ഇതൊക്കെയുള്ള മോട്ടിവേഷൻ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? ഓക്കെ, യെസ്. അപ്പം നന്നായിട്ട് പഠിക്കുക. നമ്മുടെ എക്സാം ഒക്കെ ഇങ്ങ് അടുത്തെത്താനായിട്ടുണ്ട്. ഇതുവരെ ഉഴപ്പിയതൊക്കെ അങ്ങ് പോട്ടെ, അതൊക്കെ വിട്, കഴിഞ്ഞത് കഴിഞ്ഞു. പാസ്റ്റ് ഈസ് പാസ്റ്റ്. അത് വിചാരിച്ച് ഇനിയും ടെൻഷൻ അടിക്കുക ഒന്നും വേണ്ട. ഇനിയും നമുക്ക് പഠിക്കാൻ പറ്റുമോ എന്ന് നിങ്ങൾ വിചാരിക്കും. ഇനി എന്നെക്കൊണ്ട് പറ്റും, ഇനി ഞാൻ പഠിച്ചിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക. അപ്പം ഇതുപോലെ എന്താണ് നല്ലതായിട്ട് ട്രൈ ചെയ്യുന്ന ഒരുപാട് മക്കളുണ്ടായിരിക്കും. ഐ എം പ്രൗഡ് ഓഫ് യു. ബാക്കിയുള്ള കുട്ടികൾ എന്താ ചെയ്യണം? ഇനിയും ട്രൈ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇന്ന് തന്നെ നിങ്ങൾ ട്രൈ ചെയ്ത് തുടങ്ങിയാൽ നിങ്ങളെ കൊണ്ട് പറ്റിയിരിക്കും. നിങ്ങളിൽ തന്നെ വിശ്വസിക്കുക. അപ്പം ഓൾ ദ വെരി ബെസ്റ്റ്. അടിപൊളിയായിട്ട് എക്സാംസും കാര്യങ്ങളൊക്കെ നിങ്ങളെ കൊണ്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും. ഒരു ടെൻഷനും കാര്യങ്ങളൊന്നും വേണ്ട. ഇനി നിങ്ങളെ കൊണ്ട് പഠിക്കാൻ പറ്റിയിരിക്കും. മിസ് പറഞ്ഞ ഈ കാര്യങ്ങൾ മാത്രം നിങ്ങൾ ഓർത്താൽ മതി. ഓക്കെ, ബൈ.